ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽനേരം കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസ പ്രാർത്ഥനയിൽ അടുത്തു വരും കർത്താവ് നമ്മളെ സഹായിച്ച എല്ലാ നല്ല ദാനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽനേരവും കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ, കർത്താവിൻ്റെ കൃപ നമ്മൾ ആസ്വദിക്കുവാൻ എല്ലാം കർത്താവ് നമ്മളെ ബലപ്പെടുത്തി. പുതിയൊരു വർഷത്തിൻ്റെ ആദ്യത്തെ സതുപവാസ പ്രാർത്ഥനയാകുന്നുവല്ലോ ഇന്ന്. നമ്മുടെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽനേരം കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നൽകാനിടയായി തീർന്നു. സ്തോത്രം. നമുക്ക് ചില വചനങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കുവാൻ, ഇന്ന് പകൽനേരം നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ വർഷത്തിൽ പല വിഷയങ്ങളെ ചിന്തിക്കുവാനും ദൈവാത്മാവിൻ്റെ ആലോചനകളെ അറിയുവാനൊക്കെയും സ്വർഗം നമ്മളെ സഹായിച്ചുവല്ലോ. ഇന്ന് പകൽവേളയിൽ നമുക്ക് ദൈവസന്നിധി നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ചില വചനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുവാൻ ഇന്ന് പകൽനേരം ഇടയാകട്ടെ. ദിവസം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകൽനേരം അപ്പാ നിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ അപ്പാ നിന്റെ വൻകരം ഞങ്ങളുടെ നടുവിൽ കർത്താവ് ആശ്വാസമായി, വിടുതലായി, കർത്താവെ പുതുവഴിയായി ഞങ്ങൾക്ക് തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സ്വർഗത്തിലേക്ക് പുതുവഴിയെ ഒരുക്കിയ ദൈവത്തിന്റെ കൃപ ഇന്ന് വ്യാപരിക്കണമേ. തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് പാപികളുടെ ഇടയിലേക്ക് തന്ന പിതാവിന്റെ സ്നേഹം വെളിപ്പെടുത്തി ഹല്ലേലൂയ. സ്വപുത്രൻ ഹല്ലേലൂയ തൻ ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നപ്പോൾ പിതാവിനുള്ള സ്നേഹത്വവും വെളിപ്പെടുത്തി തന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ലോകത്തിൽ ജ്ഞാനികളെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൽ ലജ്ജിപ്പാൻ ദൈവം ഭോഷത്വമായി ഇതിനെ തെരഞ്ഞെടുത്ത ദൈവം ഇന്ന് പകൽനേരം കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നാമമഹത്വം വ്യാപരിക്കുന്നതിനായി സ്തോത്രം, ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബലഹീനനാകുന്ന അടിയനും സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഇടപെടണം, കാത്തു സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമം തന്നെ ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ 5-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. മതി. അപ്പോസ്തലനായ പൗലോസ് തന്റെ വചനങ്ങളെ എഴുതുമ്പോൾ വിശേഷിച്ച് സ്തോത്രം ദൈവശാസ്ത്രപരമായ പല വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ റോമാലേഖനം എന്ന് പറയുന്നത്. വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മാത്രം ഏക മധ്യസ്ഥൻ. സ്തോത്രം. അബ്രഹാമിലൂടെ ലഭിച്ച വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുവേണ്ടതിന് പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ കഷ്ടം സഹിക്കുന്നു. അങ്ങനെ ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ അവതരിപ്പിക്കുകയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയിൽ സത്യം യേശു ക്രിസ്തു മുഖാന്തരം വന്നു എന്ന ഭാഗങ്ങളൊക്കെ വളരെ ശക്തമായി അവതരിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ഈ ഭാഗം നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നീതിമാൻ മാത്രമേ, നീതീകരിക്കപ്പെട്ടവർ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുകയുള്ളൂ. നീതീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നത് എന്താണ്? നീതീകരിക്കപ്പെടുന്നവന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? അതിവിടെ വ്യക്തമാക്കുന്ന 2-3 വാക്യങ്ങളാണ് നമ്മൾ ആരംഭത്തിൽ നമ്മളിപ്പോൾ വായിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടുപോയ ഏദൻ പർദീസയിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താലാണ്. അപ്പോൾ കാൽവറി മരണത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം കർത്താവ് നൽകുന്നുണ്ട്. ആ സമാധാനം നിത്യ സമാധാനമാണ്. അത് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നത്. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് സ്തോത്രം നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം സ്തോത്രം, നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന ഈ കൃപയെന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപയെന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ചതാണ്. അതായത് സ്തോത്രം നമ്മൾ പാപികളും അന്യരും പ്രത്യാശയില്ലാത്തവരും ഈ വാഗ്ദത്തങ്ങളോടും നിയമങ്ങളോടും ബന്ധതയില്ലാതെ കിടന്ന നാം, അഗ്രകർമ്മികളായിരുന്ന നാം,
അപ്രകാരം ജനിച്ച് ജീവിച്ചപ്പോൾ ഒരിക്കലും ലോകത്തിൽ ദൈവമുള്ളവരല്ലായിരുന്നു. അങ്ങനെ ആയിരുന്ന നമ്മോട് കർത്താവ് കരുണ തോന്നി നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിച്ചു. നമുക്കൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്നും ആ ദൈവം സകല മനുഷ്യർക്ക് ഉടയവനും കർത്താവുമാണ്. തന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സകല മനുഷ്യരെ നിർമ്മിക്കുകയും അവരുടെ ഉള്ളിൽ ജീവനെ പകരുകയും ചെയ്ത ആ സർവശക്തനായ ദൈവം സകല ജഡത്തിനും ഉടയവനായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് മനുഷ്യനായി പറന്ന ഒരു മനുഷ്യർക്ക് പോലും ദൈവസന്നിധിയിൽ നിന്ന് ഒഴിവില്ല എന്നുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തി എടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. നമ്മൾ വളരെ സ്തോത്രം അവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ വായിക്കുന്ന സമയത്ത് ഭാഗം നമുക്കൊന്ന് വായിച്ച് തുറന്ന് വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവിടെ വായിക്കുന്ന നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ദൈവ കൃപയിലേക്ക് നാം പ്രവേശിക്കണം. രക്ഷിക്കപ്പെടാത്ത പാപത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കൃപയിൽ പ്രവേശിച്ചിട്ടില്ല. അവന്റെ പാപത്തെ അവൻ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ പാപങ്ങളുടെ ശുദ്ധീകരണത്തിനായിട്ട് അവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവന്റെ പാപം കഴുകപ്പെടും. കഴുകപ്പെടുന്നവരുടെ മേൽ ദൈവം പകരുന്ന പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയും ദൈവാത്മാവിനനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ദൈവ കൃപയിലേക്ക് പ്രവേശിക്കുന്നത്. സമാധാനം പുറത്തൊഴുത്തുമല്ല, സമാധാനം ഹൃദയത്തിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ സമാധാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് കൃപയാൽ മാത്രമേ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമാധാനം നമ്മളിൽ വസിക്കുവാൻ കാരണമായി തീരുന്നത് നമ്മുടെ പാപപരിഹാരത്തിനായി ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെടുന്നു. ദൈവപുത്രന്റെ വിശ്വാസത്താൽ മാത്രമാണ് നാം ഈ കൃപയിലേക്ക് പ്രവേശിക്കുന്നത്. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ഈ കൃപയിലേക്ക് പ്രവേശിക്കുന്നത് കൃപയാലാണ്. അപ്പോൾ ആ കൃപയാൽ നാം ഈ വിശ്വാസത്താലാണ് നമ്മൾ ഈ കൃപയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ആ വിശ്വാസം നൽകുന്നത് നമ്മുടെ ജഡത്തിന് ആ വിശ്വാസമില്ല, നമ്മുടെ ബുദ്ധിക്ക് ആ വിശ്വാസമില്ല, നമ്മുടെ അറിവിന് ആ വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസം നമ്മളിൽ വരുവാൻ കാരണമായി തീരുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാതെ നമുക്കൊരിക്കലും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ, കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ കഴിയുന്ന ഒരു കൂട്ടർ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. കാര്യം അവരറിഞ്ഞ സത്യം എന്ന് പറഞ്ഞാൽ പാപം അറിയാത്തവനെ പാപമാക്കപ്പെട്ടു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ കഷ്ടം സഹിച്ച ഒരുവൻ മനഃപൂർവ്വമായി കഷ്ടവും വേദനയും ദുഃഖവും വളരെ സഹിച്ചത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്നത് ഒരിക്കലും കുറവല്ല. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ക്രിസ്തു ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. താൻ മരണത്തോളം അനുസരണയുള്ളവനായി കഷ്ടം സഹിച്ചത് നിമിത്തമാണ് തന്നെ സ്വർഗത്തോളം പിതാവായി ദൈവം ഉയർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ആ കഷ്ടം സഹിക്കുമ്പോൾ സഹിക്കുന്നവർക്ക് ഇവിടെ പൗലോസ് എഴുതി കൊടുക്കുകയാണ്, കഷ്ടത സഹിഷ്ണുതയും അല്ലെ, സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് അവിടെ പറയുന്നു നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അപ്പോൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ കാരണമാകുമ്പോൾ ഇതിന്റെ പിന്നിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവൻ അവന്റെ ആത്മീക ജീവിതം കടന്നു പോകുന്ന, അവന്റെ പ്രാണനും ആത്മാവും കടന്നു പോകുന്ന, ശരീരം കടന്നു പോകുന്ന ചില പരീക്ഷാ ഘടനകളുണ്ട്. ആ കഠിന ശോധനയാകുന്ന അരിപ്പയിലൂടെ നിന്റെ ജീവിതം അരിച്ചിറങ്ങുന്നത് പോലെ വരുമ്പോൾ ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്ന കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഇങ്ങനെ അറിയുന്നവർ മാത്രമാണ് കഷ്ടത കേൾപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറുകയല്ല വേണ്ടത്. നമ്മൾ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിച്ചേൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ക്രിസ്തുയേശുവിനോട് കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ വാഴുവാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ശോധനകൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ഒഴിയുകയല്ല ചെയ്യേണ്ടത്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കഷ്ടതയിൽ നമ്മൾ മുന്നേറുകയാണ് വേണ്ടത്. അതിന്റെ നടുവിൽ നമ്മൾ സിദ്ധത
പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യാശ നമ്മൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കഷ്ടത സഹിഷ്ണുത ഉളവാക്കും, സഹിഷ്ണുത സിദ്ധത ഉളവാക്കും, സിദ്ധത പ്രത്യാശ ഉളവാക്കും. ആത്മീകം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സമ്പാദിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ ഇടപെടുകയാണ്. നാം ആത്മാവിൽ സമ്പാദിക്കുകയാണ് സ്വർഗീയ പ്രത്യാശ, നമ്മൾ ആത്മാവിൽ സമ്പാദിക്കുകയാണ് ദൈവിക കൃപകളെ. അതിന് നമ്മെ കഷ്ടത്തിലൂടെ നടത്തുമ്പോൾ കൃപ പ്രാപിച്ചവർ പറയും, ഈ കഷ്ടതയിലും എന്നെ കർത്താവ് കരം പിടിച്ച് നടത്തുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആമേൻ. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അപ്പോൾ നമ്മൾ ഈ കഷ്ടതയിൽ നാം എന്ത് ചെയ്യണം? നാം പ്രശംസിക്കുന്നവരാകണം. ഇത് ദൈവമക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് ആണ്, കഷ്ടതയിൽ പ്രശംസിക്കുക. ലോക മനുഷ്യൻ ഒരു കഷ്ടത്തിലും ആകാതെ സാമ്പത്തിക നഷ്ടമോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സകല മനുഷ്യരുമുണ്ട്. പക്ഷേ കർത്താവിന്റെ നാമം ധരിച്ചിട്ട് കഷ്ടം സഹിക്കാതെ, കർത്താവിന്റെ നാമം ധരിച്ചിട്ട് നാം ആ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ ആ കഷ്ടത്തിനാണ് ദൈവസന്നിധിയിൽ പ്രാധാന്യമിരിക്കുന്നത്. പുറത്തുള്ളവർ കർത്താവിനെ അറിയാതെ കഷ്ടം സഹിക്കുന്നതല്ല, കർത്താവിനെ അറിഞ്ഞിട്ട് അവന്റെ നാമനിമിത്തം പലതും ജീവിതത്തിൽ ചപ്പന്ന് എറിയുവാനും ചവറന്ന് നമ്മൾ അതിനെ കാണിക്കുവാനും അതിനെ എണ്ണുവാനും നമ്മളെ പഠിപ്പിക്കുന്നത് കഷ്ടതയാണ്. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഈ ലോകത്തെയും ലോകത്തിന്റെ മഹത്വങ്ങളെയും മോഹങ്ങളെയും എല്ലാം തൂക്കി നോക്കുവാനും അതിനെ വിലയിടേണ്ട നിലവാരത്തിൽ വിലയിടുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അപ്പോൾ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ബലത്തോടെ വ്യാപരിക്കുന്നത്. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. പ്രശംസിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. കാരണം എന്തുകൊണ്ട് അവിടെ വായിക്കുന്ന എന്താണ്? അവിടെ വായിച്ചത് കഷ്ടത സഹിഷ്ണുതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അവിടെ അടുത്ത് വരുന്ന പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. മനസ്സിലാക്കണം, ആത്മാവിൽ കഷ്ടതയിൽ സമ്പാദിച്ച കൃപകൾ ഒന്നും തന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ കൈമോശം വരാതെ നമ്മളെ പണിതെടുക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്. ഒരു ഭക്തനെ പണിതെടുക്കുന്നത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്. അപ്പോൾ മനസ്സിലാക്കണം, ആ പ്രത്യാശ ഒരിക്കലും നഷ്ടം വരികയില്ല. ദൈവത്തിന്റെ ആത്മാവിടെ പറയുകയാണ്. കാരണം കഷ്ടതയിലൂടെ നമ്മളെ പണിതെടുത്ത് നമ്മളെ കർത്താവ് വാർത്തെടുക്കുന്നത് സ്വർഗീയ പ്രത്യാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ പ്രത്യാശ ഒന്നിനാലും നശിച്ചു പോകത്തില്ല. അത് ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ ആക്കി വെച്ച് നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ആ ദൈവമാണ് നമ്മുടെ ഉള്ളത്തിൽ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ കഷ്ടതയിലും കഠിന ശോധനയിലും നമുക്ക് വലം കൈ പിടിച്ചിരിക്കുന്നെങ്കിൽ ആ ദൈവത്താൽ സമ്പാദിച്ചതൊന്നും കൈമോശപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ അത് ദൈവത്തിന്റെ വലിയ പദ്ധതികളാണ് കർത്താവ് നമ്മളുടെ മേൽ വരുന്നത്. അതുകൊണ്ട് അവിടെ വചനം പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. അടുത്തത് വായിച്ച. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, പ്രത്യാശ നിലനിൽക്കുവാൻ കാരണമായി തീരുന്നത് ദൈവം പകർന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതാണ്. നമുക്ക് പ്രത്യാശ നിലനിൽക്കുവാൻ കാരണമായി തീരുന്നത് ആ വരം നമ്മളിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, ആ ഫലം നമ്മളിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ ആർക്കാണ് എന്റെ കേൾക്കുന്ന ദൈവമക്കളെ കഷ്ടതയുള്ളത്? പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിച്ച് ആത്മാവിന്റെ ഫലത്തിനായി കാത്തിരിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ കഷ്ടത സഹിക്കേണ്ടി വരുന്നത്. ആ കഷ്ടതയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ താൻ കടന്നുപോയ കഷ്ടങ്ങളും അതിന് പിൻവരുന്ന മഹിമകളെയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിലൂടെ നടത്തപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഒരുക്കപ്പെടുന്ന ഒരു പ്രിയ പൈതലിന്റെ ഹൃദയത്തിൽ പകരപ്പെട്ട പ്രത്യാശ പരിശുദ്ധാത്മാവിനാലാണ്. ആ കഷ്ടത നിമിത്തം ഉളവാക്കപ്പെട്ട ഫലം ഒരു കഷ്ടത നിമിത്തം
നിമിത്തവും ലോകത്തിലെ ഒരു ശോധന നിമിത്തവും മാറുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തുന്ന പദം വളരെ ശ്രദ്ധിക്കണം. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. ആമേൻ. അവിടെ വായിക്കുന്നത് എന്താണെന്നറിയോ? പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അടുത്ത ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് ദൈവസ്നേഹം മനസ്സിലാവുള്ളൂ. പുത്രൻ അനുഭവിച്ച കഷ്ടം മനസ്സിലാവുള്ളൂ. അവനെ കഷ്ടം നിറഞ്ഞ ലോകത്തിലേക്ക് താഴ്ത്തപ്പെട്ടത് മനസ്സിലാകത്തുള്ളൂ. അവൻ മാളലിയ സ്വർഗത്തോളം ഉയരേണ്ടതിന് താൻ മരണഭാഷങ്ങളും പാതാള ഭാഷങ്ങളും അളലിയ ഭൂക്ഷതയോടെ അലറുന്ന സിംഹങ്ങളും നായ്ക്കളും അളലിയ കാളകളും ഭാഷാൻ കൂറ്റന്മാരും അവനെ വളഞ്ഞപ്പോൾ അവന്റെ കൊമ്പുകളുടെ ഇടയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിന് അവന്റെ നിലവിളിക്ക് സ്വർഗീയ പിതാവ് മേഘത്തെ ചായച്ചിറങ്ങിയ ആ സ്നേഹം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മരണഭാഷകളെയും പാതാള ഭാഷകളെയും അറുത്ത പരിശുദ്ധ നാമമാണ് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ടെങ്കിൽ നാം ദൈവമക്കളാണ്. ഈ പ്രാപിക്കുന്നതൊന്നും ഒരുവനാലും നഷ്ടമായി പോകുകയുമില്ല. അതുകൊണ്ട് ഈ പ്രത്യാശ നമ്മളിൽ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഒരു കഷ്ടങ്ങൾക്കും നമ്മളെ തളർത്തുവാൻ കഴിയത്തില്ല. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അപ്പോൾ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ശേഷം മനുഷ്യരെ പോലെയോ ഈ കൃപയെ അനുഭവിക്കാത്തവനെ പോലെയോ ഒരിക്കലും നമ്മൾ തളരുവാൻ നമ്മൾ ഇടയാകരുത്. എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ ജഡത്തിന്റെ മോഹങ്ങളിൽ നിന്നും എന്റെ പ്രാത്മാവിനോട് പോരാടുന്ന ജഡസുഖങ്ങളിൽ നിന്നും എനിക്ക് വേർപാട് വെളിപ്പെടുത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുകയും പിതാവിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആമേൻ. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, നീ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതാണെങ്കിൽ, ദൈവ സ്നേഹം നിന്നിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ നീ കഷ്ടത്തിന്റെ കഠിന ശോധനയിലൂടെ പോകേണ്ടതായിട്ട് വരും. ആമേൻ. അതിൽ നിന്നും ഒഴിവില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. സ്തോത്രം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ മനസ്സിലാക്കണം, അടുത്ത വാക്യം അവിടെ വായിക്കുമ്പോൾ അവിടെ തിരിച്ചറിയണം എന്തിനാണ് ഈ കഷ്ടത അനുഭവിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അടുത്ത 2-3 വാക്യം വായിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് തുറന്ന് വായിച്ചാട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ടവർക്ക് മാത്രം പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഞാൻ ബലഹീനനാണ്. അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ബലഹീനത എത്രത്തോളമാണ്. ജഡത്തിന്റെ, ലോകത്തിന്റെ, പാപത്തിന്റെ, പിശാചിന്റെ മോഹങ്ങൾക്ക് എപ്പോഴും അനുദിനം അനുനിമിഷം ബന്ധിക്കപ്പെട്ട് ആ മോഹങ്ങൾക്ക് ഞാൻ വിധേയപ്പെട്ടു പോയാൽ എന്നെ വിളിക്കാം ബലഹീനനെന്ന്. അപ്പോൾ ആ ബലഹീനതയിൽ നിന്നാണ് ദൈവം കൃപ പകർന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ ആ ബലഹീനതയിൽ നിന്നാണ് കർത്താവ് നമ്മുടെ കരം പിടിപ്പിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതിന് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ നൽകിയിരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമുക്ക് അടിവരിയിട്ട് പറയാൻ സാധിക്കും, നാം ബലഹീനരായിരുന്നു, നമ്മൾ കുറവുള്ളവരായിരുന്നു. ആ ബലഹീനത എന്താണ്? എനിക്ക് നീതി മാർഗം അറിയത്തില്ല, നീതി പാതകൾ അറിയത്തില്ല. അങ്ങനെ പാപപ്രകൃതിയിൽ ഞാൻ അന്ധകാരത്തിൽ വീണ് കിടന്ന് എന്നെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവസ്വപുത്രനെ അയക്കുകയും അവനിൽ എന്റെ അകൃത്യം ചുമത്തുകയും അവനെ തകർക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ ശരീരയാഗ നിമിത്തം എനിക്ക് വന്ന ഫലമോ അവന്റെ ആത്മാവിനെ എന്റെ ഉള്ളത്തിൽ പകർന്നു. എന്നിലേക്ക് വന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിമിത്തം ഞാൻ ക്രിസ്തുവിന്റെ പാതകളിലൂടെ വീണ്ടും അനുഗമിക്കുകയാണ്. അവന്റെ കഷ്ടത്തിന്റെ പാതയിലൂടെ വീണ്ടും അനുഗമിക്കുകയാണ്. അതിനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചാട്ടെ. ആമേൻ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് മനസ്സിലാക്കണം, ബലഹീനനാകുന്ന എന്നെ ശക്തനാക്കേണ്ടതിന് ബലഹീനനായി എനിക്ക് വേണ്ടി അവൻ മരിച്ചു. അഭക്തനായിരുന്ന എനിക്ക് വേണ്ടി മരിച്ചു. ബലഹീനനും അഭക്തനും ഒരു ബെഞ്ചിലിരിക്കും, അല്ലെ?
ഒരു കുറ്റിയലടിക്കാം. ആമേൻ. മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്വന്തം കൃപ പ്രാപിച്ച നമുക്ക് മനസ്സിലാകും, നാം ഒരിക്കൽ ബലഹീനനായിരുന്നു, ഒരിക്കൽ നാം അഭക്തനായിരുന്നു. ഇന്ന് കൃപയിൽ ഇരിക്കുന്നവരെ ദൈവഭക്തന്മാരാകുന്നുള്ളൂ. അഭിഷേകം വസിക്കുന്നവർ മാത്രമാ ദൈവത്തിന്റെ മക്കളായി തീരുന്നുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവരും ദൈവാത്മാവിന് നടത്തപ്പെടുന്നവർ മാത്രം ദൈവമക്കളായി തീരുമ്പോൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയത് അവന്റെ സ്നേഹമാണ്. ദൈവം തന്റെ പുത്രനെ എനിക്ക് വേണ്ടി നൽകിയത് അവന്റെ സ്നേഹമാണ്. തീർന്നില്ല. ഞാൻ എന്ന വ്യക്തി, വിൻസെന്റ് ആകുന്ന ഞാൻ, ദൈവമൈതലാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വന്ന് പുത്രനെയും പിതാവിനെയും വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് സകലത്തിനും മധ്യസ്ഥത വഹിച്ച പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ ഹിതത്തിനൊത്തവണ്ണം അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ എന്റെ അകമയുള്ള മനുഷ്യൻ ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൺകുടമുടയും തീകത്തി വളരെ തേജസ് പ്രാപിച്ച് അവന്റെ രാജ്യത്തിൽ ചേർക്കുന്ന വലിയ പദ്ധതിക്കായിട്ടാണ് ദൈവം തന്റെ ആത്മാവിനെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതി നമ്മളെ കുറിച്ചുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതികളും ലൗകികമല്ല, ഈ ലോകത്ത് ഉൾപ്പെടുന്നതല്ല. ദൈവം നൽകിയിരിക്കുന്നത് ഉയരത്തിൽ നമ്മളെ കൊണ്ടുപോയി നമുക്ക് ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമായ ദാനങ്ങളെ നൽകുന്നവനാണ് കർത്താവ്. ഇവിടെ ഭവനമില്ലാതിരിക്കുന്നവരെ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. ഇവിടെ ഭവനമുള്ളവരെ ഇത് നശിച്ചു പോകുന്നതുമാണ്. അപ്പോൾ സ്വർഗത്തിൽ നമുക്കൊരു ഭവനമുണ്ട്. അവിടെ നമ്മളെ എത്തിക്കുകയും അവൻ നമ്മോട് കൂടെ വസിക്കുകയും ചെയ്യേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പകൽവേളയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന മക്കൾ തിരിച്ചറിയണം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വിശാലമായ പദ്ധതിയുണ്ട്. ആമേൻ. അതിന്റെ അകത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മെ കർത്താവ് ക്രിസ്തുവിൽ പൂർണ്ണനാക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മളുടെ സ്നേഹത്തെ വെളിപ്പെടുത്തി. നാം ക്രിസ്തുവിന്റെ സ്നേഹിതനാണെങ്കിൽ അവന്റെ ആത്മാവ് നമ്മളിൽ കാണണം. നാം ക്രിസ്തുവിന്റെ പൈതലാണെങ്കിൽ അവന്റെ ആത്മാവ് നമ്മളിൽ കാണണം. വായിച്ചാട്ടെ. ഇവിടെ തിരിച്ചറിയണം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ സ്വഭാവം ഒരു ഗുണമില്ലാത്തതിനു വേണ്ടി സകല ഗുണങ്ങൾക്കും ഉടയവനാകുന്നവൻ നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, നമുക്ക് വേണ്ടി പകരക്കാരനായി തീരുവാൻ, നമുക്കവൻ പകരക്കാരനായി തീരുമ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ തട്ട് എപ്പോഴും താന്നു തന്നെ ഇരിക്കുള്ളൂ. എന്നാൽ അവന്റെ മറുതട്ടിലായിരിക്കുന്ന നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവരൂപം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് തുല്യചിത്തനായി മറ്റാരുമില്ലെന്ന് വരേണ്ടതിന് നമുക്ക് തുല്യമായി തീരണം. പാപമൊഴികെ സകലത്തിലും കഷ്ടം സഹിച്ച ക്രിസ്തു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പൗലോസ് ആത്മാവിലൂടെ എഴുതി വെക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. അടുത്തത് ലോകത്തിലെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, നാം പാപികളായിരിക്കുന്നു. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവില്ല, സ്വർഗരാജ്യത്തിന് അവകാശങ്ങളില്ല. നമ്മൾ ലോകത്തിൽ ദൈവമില്ലാത്തവരും വെറും മൃഗങ്ങളെ പോലെ ജീവിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടെടുപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെടണം. ശ്രദ്ധിച്ചോ, ഒരു മെസ്സേജ് ആവർത്തിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. അപ്പോൾ മനസ്സിലായി, ആ ആവർത്തിക്കുന്ന മെസ്സേജ് ദൈവപുത്രൻ കഷ്ടം സഹിക്കേണ്ട ലോകത്തിൽ താഴ്ത്തപ്പെട്ടു. അപ്പോൾ ആ വലിയ ശുശ്രൂഷയുടെ മുൻപാകെ സകലരെ നിരത്തി നിർത്തുകയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്യമാണ് ആ വാക്യം നീതിത്തത്. ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്. വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇവിടെ പറയുന്ന എന്താണ് പൗലോസ്?
അവിടെ പറയും ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. എങ്ങനെ പ്രദർശിപ്പിച്ചു? നമുക്ക് വേണ്ടി മരിക്കുകയാൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുവാൻ കാരണമായി തീർന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവപുത്രൻ മരിക്കുവാൻ കാരണമായി തീർന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ആരോടുള്ള സ്നേഹം? എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം. ആ സ്നേഹം എന്നിൽ വസിക്കുവാൻ കാരണമായി തീരുന്നത് അവന്റെ ശരീരയാകോ അവന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുമ്പോൾ ദൈവപുത്രൻ അനുഭവിച്ച കഷ്ടങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ഇത് പ്രസംഗിക്കുകയാണ് വേണ്ടത്. അപ്പോ ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ദൈവം തന്റെ സ്നേഹം പ്രദർശിപ്പിക്കണം. അപ്പോൾ സ്തോത്രം, പിതാവ് തന്റെ സ്നേഹം പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നേക്ക് 2000 വർഷം മുമ്പ് പ്രിയപുത്രനെ സ്തോത്രം ജഡത്തിൽ അവതരിപ്പിച്ചു. ആ അവതരിപ്പിക്കപ്പെട്ട ഒരിക്കലായി വെളിപ്പെടുത്തിയ പിതാവിന്റെ സ്നേഹം എല്ലാ തലമുറകൾക്കും ഒരുപോലെ വെളിപ്പെടണമെന്നുണ്ടെങ്കിലും സകല തലമുറകളിലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നിത്യനാകുന്ന ആത്മാവ് നമ്മളിൽ നിത്യത വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി നമ്മളിൽ വസിക്കുക നിമിത്തമാണ് ഒരിക്കലായി അയക്കപ്പെട്ടതും ഒരിക്കലായി വെളിപ്പെടുത്തിയതും ഒരിക്കലായി കഷ്ടം അനുഭവിച്ച നിമിത്തം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടെടുക്കപ്പെടുന്നവർ പല തലമുറകളിലും പല കാലഘട്ടത്തിലും ഇരിക്കുമ്പോൾ അവരെ ഒന്നോടുകൂടെ വീണ്ടെടുക്കേണ്ടതിനാണ് എല്ലാ തലമുറകൾക്കുമായി ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ലോകത്തിൽ അയക്കുവാൻ ഇടയായി തീർന്നത്. പരിശുദ്ധാത്മാവോ പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ വസിക്കുകയും അവരെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ശരീരയാകത്തെ വെളിപ്പെടുത്തി അവർ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് കീഴ്പ്പെട്ടും അവന്റെ വചനത്തെ കൈക്കൊണ്ടും ഇരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് വേണ്ടി തന്റെ ആത്മാവിനെ മുദ്രയേൽപ്പിക്കുകയാണ് ഈ നാടുകളിൽ ദൈവസഭയുടെ മേൽ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുയേശുവിന്റെ ശരീരയാഗ നിമിത്തം എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അതെല്ലാ തലമുറകൾക്കും എല്ലാ വിളിക്കപ്പെട്ടവരുടെയും എല്ലാ കാലഘട്ടത്തും ഒരുപോലെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ മനസ്സിലാക്കണം, നാം എന്തുകൊണ്ടാണ് ഇന്നേക്ക് ഇനിയും കർത്താവിന്റെ വരവ് താമസിച്ചൊരു 3000 വർഷം കഴിഞ്ഞാലും ഈ സുവിശേഷത്തിന് മാറ്റമില്ല. എല്ലാ തലമുറകളിലും ദൈവത്തിനായിട്ടുള്ളവരെ ദൈവം വേർപെടുത്തിയിരിക്കും, ഒരുക്കിയിരിക്കും. കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ ഉന്നതമാണ്. അത് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. വായിച്ചേ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ആമേൻ. അവിടെ വായിക്കുന്ന അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, ഇനി ശ്രദ്ധിക്കണം, ഇനിയുള്ള കാര്യം, അവന്റെ രക്തത്താൽ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ടവർ പിതാവിനാൽ സ്തോത്രം സൂക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നു പരിശുദ്ധാത്മാവ്. അവരോട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യമാണ്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ മനസ്സിലാക്കണം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും നമ്മൾ കോപത്തിന്റെ വഴികൾ, ദൈവകോപം വെളിപ്പെടേണ്ട വഴികളിൽ നിന്നും അവന്റെ പ്ലാനുകളിൽ നിന്നും ദൈവമക്കൾ സ്വന്തം മാറ്റപ്പെടുന്നത് സ്വന്തം പരിശുദ്ധാത്മാവ് വസിക്കുകയാലും ക്രിസ്തുവിന്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞു എന്നുള്ള സാക്ഷ്യത്താലും നമ്മുടെ മുമ്പിൽ നിന്ന് കോപത്തിന്റെ വഴികൾ മാറിപ്പോകും, ക്രോധത്തിന്റെ മാർഗങ്ങൾ മാറിപ്പോകും. കാരണം എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യ നിമിത്തവും സ്വർഗത്തിലെ പിതാവ് നമ്മുടെ മുമ്പിൽ ഇടർച്ചയായി വെച്ച വഴികളെ സ്വർഗം മാറ്റി തരുവാൻ ഇടയായി തീരും. എന്നാൽ അതിന്റെ നടുവിലൂടെ നടക്കുമ്പോഴും കഷ്ടത അനുഭവിക്കുമ്പോഴും കഠിന ശോധനയിലും നീ പ്രത്യാശ പ്രാപിക്കേണ്ടതിനാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ശോധനയുടെ മാർഗത്തിലൂടെ നടത്തുവാൻ ഇടയായി തീരുന്നത്. ആ വാക്യം നമ്മൾ വീണ്ടും വായിക്കും, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവന്റെ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം
അവന്റെ ജീവനാൽ ആ. എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ ആരംഭം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ലോകത്തിന്റെ ജഡം, ലോകം, പാപം, പിശാച്, ആ 4 ട്രാക്കിൽ കൂടെ പാപമനുഷ്യൻ ചെല്ലുന്നത് ദൈവത്തിന്റെ ക്രോധ കലശത്തിലേക്ക് വീഴുന്നത്. അപ്പോൾ നിത്യമായ ഗന്ധകത്വ തീപ്പൊയ്ക്കകത്തേക്ക് ചെന്ന് വീഴേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് രക്ഷിച്ച് നമ്മളെ നീതീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ട്രാക്ക്, നമ്മളെ വെക്കുന്ന ട്രാക്ക് നീതിയുടെ ട്രാക്കാണ്. ആ ട്രാക്ക് നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയാണിത്. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കൊണ്ടുപോകണം. മരണത്തിന്റെ വാസന വിട്ട് ഇന്ന് നമ്മൾ ജീവന്റെ വാസനയിലാണ് ആയിരിക്കുന്നത്. ആ ജീവന്റെ വാസനയിലേക്ക് നമ്മളെ ആക്കുവാൻ ഇടയായി തീർന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുകി നമ്മുടെ പിന്നിൽ യേശുവിന്റെ രക്തം ഒഴുക്കപ്പെട്ടത് കൊണ്ടാണ് നാം ദൈവമക്കളായി തീർന്നത്. അപ്പോൾ ദൈവമക്കളായി നമ്മൾ തീരുവാൻ യേശുവിന്റെ രക്തം നമ്മുടെ പിന്നിൽ ഒഴുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നിൽ ഒരുവൻ കഷ്ടം അനുഭവിക്കേണ്ടതിന് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ തകർക്കപ്പെട്ടത് ഈ ഭൂമിയിലുള്ള ഒരു നാമമല്ല. ഈ ഭൂമിയിൽ അളലിയ സകലത്തിലും അളലിയ താഴ്ച അനുഭവിച്ചൊരു മനുഷ്യനല്ല. അവൻ ദൈവത്തിന്റെ പ്രിയപുത്രനായിരുന്നു. അവൻ മരണത്തോട് അനുസരണയുള്ളവനായി തീർന്നെങ്കിൽ മാത്രമേ അവന്റെ രക്തം പിതാവിന് കൊടുത്ത് പിതാവിന്റെ കരത്തിൽ വിളിക്കപ്പെടുന്നവരെ വിലയ്ക്ക് മേടിക്കേണ്ടതിന് അവൻ നമ്മുടെ പിന്നിൽ എന്നേക്ക് ശുശ്രൂഷകനായിരിക്കുകയാണ്. ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു വളരെ കഷ്ടത അനുഭവിക്കുമ്പോഴും അവന്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുന്ന ഏതൊരു പാപത്തെയും പുത്രനാകുന്ന യേശു ക്രിസ്തു നാളെ അവിടെ വെച്ച് നമുക്ക് വേണ്ടി സഹിക്കുകയും നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തം സ്വർഗത്തിലുണ്ട്. പുത്രൻ പറയുന്നു, ഞാൻ ഇവന് വേണ്ടി ആണ് കഷ്ടം സഹിച്ചത്, ഞാൻ അവന് വേണ്ടി അവനെ വിലയ്ക്ക് മേടിച്ചു, എന്റെ രക്തം മറുവിലയായി തന്നു. നാളെ അപ്പാ പിതാവേ, നിന്റെ ആത്മാവാണ് അവന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ഇതിന് ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ഭൂമിയിൽ കഷ്ടം സഹിച്ചത്. അതുകൊണ്ട് ദൈവപുത്രനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ചു. ഇതാണ് വിശുദ്ധന്റെ വായിൽ നിന്ന് എല്ലാ നാടും എല്ലാ നാടികയും പുറപ്പെട്ടു വരുന്ന ഒരേ സത്വർത്ഥമാണ്, ദൈവപുത്രൻ കഷ്ടം സഹിച്ചു. അപ്പോൾ അത് നമ്മൾ എപ്പോഴും വെളിപ്പെടുത്തുമ്പോഴാണ് ദൈവമഹത്വം അവിടെ വെളിപ്പെടുവാനിടയായി തീരുന്നത്. അപ്പോൾ തിരിച്ചറിയേണ്ട ഭാഗമാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയണം. അത്രയും നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. കണ്ടോ, നമ്മുടെ പ്രശംസ മാറി. ആമേൻ. ഇരുട്ടിന്റെ പ്രശംസ, നിത്യമായ പാപത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ കർത്താവ് തന്റെ കൃപയിലേക്ക് തിരിച്ച് അവന്റെ നിത്യമായ അവകാശത്തിന് ഓഹരിക്കാരായി തീരേണ്ടതിന് നമ്മുടെ പ്രശംസാ വിഷയം മാറി. കാളി നമ്മുടെ പ്രശംസ ക്രിസ്തുവിൽ മാത്രമായി, അവന്റെ കഷ്ടാനുഭവങ്ങൾ മാത്രമായി തീർന്നു. അതുകൊണ്ട് അവനിലല്ലാതെ മറ്റൊന്നിനും പ്രശംസിക്കുവാൻ ഈ നാളുകളിൽ ഇടയാകരുത്. അതിൽ നിന്നൊക്കെ സൂക്ഷിച്ചൊഴിയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇത് വചനം വായിക്കുമ്പോൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. ആമേൻ. മറ്റൊരു ഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതിന്റെ 20ഉം 21ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 20ഉം 21ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവരും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എഴുതി കൊടുക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? തെരഞ്ഞെടുക്കപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന തേജസ്സിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതിനു വേണ്ടി ദൈവപുത്രൻ കഷ്ടം സഹിച്ചു. ആ തേജസ് ഈ കാലഘട്ടത്തിലുള്ളതല്ല, അത് ഉലക സ്ഥാപനത്തിനു മുമ്പേ ദൈവത്തിൽ വസിക്കുന്ന തേജസ്സാണ്. ആ തേജസ്സിലേക്ക് നിന്നെ പുനഃസ്ഥാപിക്കേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു ശുശ്രൂഷകനായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു തേജസ് പ്രാപിക്കണം. മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, അവരുടെ ഉള്ളിൽ ഒരു ശോഭ ഇങ്ങനെ തുടിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ തേജസ് അകത്തുനിന്ന് വ്യാപരിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് തേജസ്സാണ്. ഈ പരിശുദ്ധാത്മാവ് ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വെളിപ്പെടുന്നത് ദൈവ തേജസ്സിലാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ്
ആത്മാവ് പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നമ്മളിൽ ആത്മാവിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ആത്മാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തണം. അപ്പോൾ ഈ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ വസിക്കുന്ന ആത്മാവ് തേജസ്സാണ്. അത് നമ്മുടെ മർത്യ കണ്ണുകൾക്ക് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകളെ കുറിച്ച് അവിടെ വായിക്കുമ്പോൾ മോശ ദൈവത്തിന്റെ കൈ കൊണ്ടു, അതുപോലെ ദൈവത്തിന്റെ കൈവിരൽ കൊണ്ടു, അതുപോലെ എഴുതപ്പെട്ടിരിക്കുന്ന രാജകീയ ന്യായപ്രമാണം കണ്ടു. അത് തന്റെ വിരൽ കൊണ്ട് എഴുതപ്പെട്ടപ്പോൾ അഗ്നിമയമായ ഒരു ന്യായപ്രമാണം കണ്ടു. അപ്പോൾ മോശയുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അവന്റെ ശരീരം അനുഭവിച്ച ദൈവ തേജസ് നിമിത്തം മോശയുടെ മുഖത്തെ തോക്ക് പ്രകാശിച്ചെങ്കിൽ ഇതിലും ശ്രേഷ്ഠമായ ഒരു തേജസ്സാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അപ്പോൾ ആ തേജസ്സാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. ഇതെന്തിനാണ് നമ്മളിൽ നൽകിയിരിക്കുന്നത്? നമ്മുടെ അകമയുള്ള മനുഷ്യൻ രൂപാന്തരപ്പെടുവാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കാഹളം ഒരുക്കുമ്പോൾ നമ്മുടെ മർത്യ ശരീരം രൂപാന്തരം പ്രാപിച്ച് അകത്ത് പ്രാപിച്ച തേജസ് നമ്മുടെ പുറത്ത് നമ്മൾ പ്രാപിച്ച് അമർത്യമായ ശരീരം നമ്മൾ പ്രാപിക്കുവാൻ തക്കവേണം. ദൈവ രാജ്യത്തിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തക്കവേണം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പത്രോസ് മുന്നമേ കാണുന്നതാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗം. ആമേൻ. അവിടെ വായിക്കുന്നത്, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഇന്നേക്ക് 2000 വർഷം മുമ്പ് അന്ത്യകാലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്ത്യകാലത്ത് വെളിപ്പെട്ട ക്രിസ്തു സ്വന്തം ഹാളെ വെളിപ്പെടുമ്പോൾ, ഈ ലോകത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ അവകാശത്തെ സ്വന്തം തേജസ്സിലേക്ക് നടത്തേണ്ടതിന് അന്ധകാരത്തിൽ ഇരിക്കുന്ന സ്വന്തം ജനമേ, നിങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ തക്കവണ്ണം രക്ഷാനായക തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തപ്പെടുകയും അവർ നമുക്ക് പകരക്കാരനെ കഷ്ടം സഹിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ വന്നെങ്കിൽ നമുക്ക് രക്ഷകനും നമ്മെ തേജസ്സിലേക്ക് നടത്തുകയും ചെയ്യേണ്ടവൻ സ്വന്തം വെളിച്ചത്തിൽ കൊണ്ടാണ് നാം വെളിച്ചത്തിൽ നടക്കുവാനിടയായി തീരുന്നത്. അപ്പോൾ സ്വന്തം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ശുശ്രൂഷകനായിരിക്കുന്ന ക്രിസ്തു നമ്മെ വെളിച്ചത്തിൽ നടത്തേണ്ടതിന് നമ്മുടെ വഴികളെ സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മുടെ പ്ലാനുകളെ സ്വർഗം തെരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മുടെ ആക്ടിവിറ്റീസിനെ പരിശുദ്ധാത്മാവ് അറിയുന്നു. അപ്പോൾ മനസ്സിലാക്കണം ആ വാക്യം. അങ്ങനെ അവിടെ പറയാം, അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അപ്പൊ അവസാന കാലത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് ആ തേജസ് നമുക്ക് തരുവാനാണ് വന്നത്. അപ്പോൾ അതിനു വേണ്ടിയതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ദൈവാത്മാവ് വസിക്കുന്നവരെ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുവാൻ തക്ക വേണം. ദൈവത്തിന്റെ കൃപ ഈ നാളുകൾ നമ്മളിൽ ഇടപെട്ടോടാണ് ഇരിക്കുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ച അടുത്ത വാക്യമാണ്. അടുത്ത വാക്യം വായിച്ചാട്ടെ. വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് നിങ്ങളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം. ശ്രദ്ധിക്കണം, നമുക്ക് എങ്ങനെയാണ് വിശ്വാസം വന്നത്, എങ്ങനെയാണ് പ്രത്യാശ വന്നത്? അപ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്, സ്വർഗത്തിലെ പിതാവിനൊരു പദ്ധതിയുണ്ട്. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ നമ്മൾ കഷ്ടതയുടെ വഴിത്താരയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ വിശ്വാസം ജനിക്കുന്നത്. കഷ്ടത അനുഭവിക്കുമ്പോഴാണ് നമ്മൾ പ്രത്യാശ വരുന്നത്. നമ്മൾ കഷ്ടത വരുമ്പോഴാണ് സഹിഷ്ണുതയുള്ളവരായി തീരുന്നത്. അപ്പോൾ നമ്മിൽ ദൈവത്തിന്റെ കൃപാവരമാകുന്ന വിശ്വാസം എന്ന വരം നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന്. ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. നാം സ്വന്തം വെറുതെ കർത്താവിലെന്ന് സ്വന്തം ആശ്രയിക്കുകയല്ല ചെയ്യുന്നത്. ഇത് കൃപ നിമിത്തമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയും, നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ സ്വന്തം ബലം കൊണ്ടല്ല നമ്മൾ പ്രത്യാശിക്കുന്നത്. പിന്നെയോ ഇത് ദൈവത്തിന്റെ കൃപയാണ്. അത് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ അനുഭവിക്കുന്ന സമാധാനം നമ്മളിൽ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുവാൻ കാരണമായി തീർന്നതിന്റെ സ്വന്തം ആധാരം
പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കല്ലറയിൽ നിന്നും മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും ഉയർപ്പിച്ചത് നിമിത്തമാണ് നമുക്ക് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊള്ളുവാൻ സാധിക്കുന്നത് എന്ന് പത്രോസ് പറയുകയാണ്. അതായത് നമ്മൾ ആശിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ സമാധാനം അനുഭവിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകുന്നതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടി കർത്താവിനെ പുത്രനെ മരണപാശങ്ങളെ അടിച്ചു പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ മനസ്സിലാക്കണം, മരണപാശങ്ങളെ അടിച്ചു പുറത്തു കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇന്ന് പകൽനേരം അടിവരയിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവപുത്രനിൽ വിശ്വസിക്കാത്ത കാലഘട്ടത്തിൽ ഞാൻ ആശിച്ചതും ഞാൻ പോയതും ചിന്തിച്ചതുമെല്ലാം പാതാളത്തിലേക്കാണ് എന്നെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് എനിക്ക് വേണ്ടി ശുശ്രൂഷകനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുകയും പുത്രനെ മരണവാസങ്ങളെ അടിച്ചവനെ ഉയർപ്പിച്ചത് നിമിത്തം യേശു ക്രിസ്തുവിൽ വെക്കുന്ന നമ്മുടെ എല്ലാ പ്രത്യാശയും വിശ്വാസവും ആശ്വാസവും ദൈവത്തിന്റെ കൃപ നിമിത്തം അവിടെ നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ വിശ്വാസത്തെ സൂക്ഷിക്കേണ്ടതിന് പിതാവ് പുത്രനെ മരണവാസങ്ങളെ അടിച്ചു. അതേ കരങ്ങൾ കൊണ്ട് എന്റെ വിശ്വാസത്തെ സ്വർഗം സൂക്ഷിക്കുന്നുണ്ട്, എന്റെ പ്രത്യാശയെ സ്വർഗം സൂക്ഷിക്കുന്നുണ്ട്. എന്റെ സ്വന്തം ദൈവം വെളിപ്പെടുത്തുവാണ്ടിരിക്കുന്ന കൃപകളെ സൂക്ഷിക്കേണ്ടതിന് പുത്രനെ മരണവാസങ്ങളെ അടിച്ചു പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതിന് കാരണമായി തീർന്നത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, പിതാവിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയെന്ന് വരേണ്ടതിന്, നമ്മുടെ പ്രത്യാശ ശരിയെന്ന് വരേണ്ടതിന് ദൈവപുത്രനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നാമം, പുത്രനെ ഹല്ലേലൂയ രക്ഷിച്ച വിടുവിച്ച നാമം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക നിമിത്തം നമ്മുടെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും അവൻ മുഖാന്തരം സൂക്ഷിക്കുവാനിടയായി തീരുകയാണ്. അപ്പോൾ അതിന്റെ ആഴം വളരെ ശക്തമാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിടെ നമ്മൾ ഇടപെടുമ്പോൾ ഇവിടെ വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും കൂടെ വായിച്ച വാക്യം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവന് തേജസ്സും കൊടുത്തിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പുത്രന് തേജസ് കൊടുത്തപ്പോൾ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ധ്യാനിക്കുന്ന നാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. ആ നാമം ലോകത്തിൽ വന്നത് നമുക്ക് വേണ്ടി കഷ്ടമേറ്റതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഏറ്റ വഴികളിലെല്ലാം എന്തുണ്ട്? തേജസ്സുണ്ട്. അവനെ ധ്യാനിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ തേജസ് കൊണ്ട് നിറയുവാനിടയായി തീരും. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ തേജസ്സോടുകൂടി ഇരിക്കുകയും നമ്മുടെ ആത്മാവിന് പുത്രനെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പുത്രൻ നിമിത്തം നമ്മളിൽ വരുന്ന തേജസ് നിമിത്തം പരിശുദ്ധാത്മാവ് വീണ്ടും തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കേണ്ടതിന് നമ്മുടെ അകമയുള്ള മനുഷ്യനെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കൃപയാൽ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, അതിന് നമ്മളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്ന കഷ്ടങ്ങൾ വന്നിരിക്കാം. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, വായിച്ചേ. സത്യം അനുസരിക്കുക, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കുകയും. കണ്ടോ എങ്ങനെയാണ് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനോട് എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത്? കാര്യം എന്നെ വീണ്ടെടുത്തതുപോലെ എന്റെ സഹോദരനെയും കർത്താവ് വീണ്ടെടുത്തു. ആ വീണ്ടെടുക്കപ്പെട്ടവരിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവനും ഞാനും ധ്യാനിക്കുന്നത് ഒരേ നാമം, അത് തേജസ്സുള്ള നാമം. ഞാൻ തേജസ് പ്രാപിക്കുന്നത് പോലെ എന്റെ പ്രിയ സഹോദരനും തേജസ് പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നിലും അവനിലും ഒരുപോലെ ഇടപെടുന്നത് ഒരേ നാമമാകിയാൽ ഞാൻ അവരോട് സത്യം സംസാരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സഹോദരങ്ങളോട് സത്യം സംസാരിക്കണം? എന്നെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവ്, എന്നെ സഹോദരനെയും ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ്. ഞാൻ ധ്യാനിക്കുന്ന നാമം യേശു ക്രിസ്തുവിന്റെ നാമം, എന്റെ സഹോദരനും ധ്യാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമം. ഞങ്ങൾ രണ്ടുപേരും ഒരു നാമത്താൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിമിത്തം തേജസ്സിൽ ഇരിക്കുന്നവരെ, നിങ്ങളുടെ ഇടയിൽ ഇരുട്ടിന് സ്ഥാനമില്ല. അതുകൊണ്ട് വ്യാജം പറയരുത്, ദോഷം പ്രവർത്തിക്കരുത്, തിന്മ ചെയ്യരുത്.
നന്മ ചെയ്യേണ്ടതിന്, ദീർഘായുസോടുകൂടി ഇരിക്കേണ്ടതിന്, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അളലിയ സഹോദരങ്ങളോട് സത്യം സംസാരിക്കണം. അപ്പോൾ മനസ്സിലാക്കണമേ, അളലിയ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവര് ജീവിതത്തിൽ സത്യമേ സംസാരിക്കാവുള്ളൂ. സഹോദരങ്ങളോട് സത്യമേ സംസാരിക്കാവുള്ളൂ. സഹോദരങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്, ദോഷം പ്രവർത്തിക്കരുത്, തിന്മ പ്രവർത്തിക്കരുത്. തിന്മ പ്രവർത്തിച്ചാലോ ക്രിസ്തു തന്നെ വളരെ പ്രതികാരകനാകുന്ന ശുശ്രൂഷകനായിട്ടിരിക്കും എന്ന് നമ്മളെ വാൺ ചെയ്യുന്ന വാക്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, സഹോദരനോട് നാം സത്യം സംസാരിക്കണം. ഇതിന് സാധിക്കും. ദൈവാത്മാവിൽ കൃപ പ്രാപിച്ചവർക്ക് ആത്മസന്തോഷവും ദൈവസ്നേഹവും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം, ആളെ അവന് സഹോദരനോട് സത്യം സംസാരിക്കാൻ കഴിയും, സഹോദരനെ സ്നേഹിക്കാൻ കഴിയും. സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നതിന് കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, അവനിലും വസിക്കുന്നു. എന്റെ വീണ്ടെടുത്ത രക്തം തന്നെ അവനെ വീണ്ടെടുത്തിരിക്കുന്നു. എനിക്ക് നൽകിയ മാന്യത അവനും നൽകിയിരിക്കുന്നു. അത് നിമിത്തം ഞാൻ അവനോട് സത്യം സംസാരിക്കണം. അങ്ങനെ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മളിൽ എന്തെങ്കിലും ഗുണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് നമ്മുടെ ഗുണമല്ല, നമ്മളെ വിളിച്ചവന്റെ ഗുണമാണ്, നമ്മളെ പണിതവന്റെ ഗുണമാണ്. അവന്റെ അധ്വാനത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്ക്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ കഴിയാത്തത്? പുറത്തല്ല, അകത്താണ് സ്നേഹിക്കാൻ കഴിയാത്തത്. നമ്മുടെ ആത്മാവ് തേജസ് പ്രാപിച്ചതാണെങ്കിൽ നമുക്ക് സഹോദരനെ സ്നേഹിക്കാം. ഇരുട്ട് അശേഷമല്ല, അകത്ത് ഇരുട്ടുള്ളവനാണ് സഹോദരനോട് കയ്പായിരിക്കുന്നത്. അകത്ത് ഇരുട്ടുള്ളവനാണ് സഹോദരനെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നത്. അപ്പോൾ അകത്ത് സഹോദരൻ രക്ഷിക്കപ്പെട്ട ഒരു വൈദ്യനെ കാണുമ്പോൾ മുഖം വല്ലാതാകണമെന്നുണ്ടെങ്കിൽ, സംസാരം വല്ലാതാകണമെന്നുണ്ടെങ്കിൽ അകത്ത് തേജസ് അല്ല, ഇരുട്ട് കയറിയിട്ടുണ്ട്. മനസ്സിലാക്കണം, ക്രിസ്തുവിൽ വസിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതല് ഇരുട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. അപ്പോൾ ഞാൻ സഹോദരനെ സ്നേഹിക്കുവാൻ കാരണമായി തീർന്നത് അവന്റെ ശരീരയാകത്താലാണ്. ഞാൻ സഹോദരനെ സ്നേഹിക്കുവാൻ എന്റെ ആത്മാവ് ഒരുക്കപ്പെടുന്നുവെങ്കിൽ, എന്റെ ആത്മാവിനെ അങ്ങനെ ഒരുക്കിയ ഒരു നാമമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം തന്നെ അധ്വാനിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ കൃപയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ അതിന് കാരണമായി തീരുന്ന കൃപയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ദൈവ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കണം, നാം പ്രാപിക്കുന്ന എന്തെങ്കിലും വരങ്ങളോ കൃപകളോ അനുഭവങ്ങളോ ഇതൊന്നും തന്നെ എന്റെ അധ്വാനത്താൽ ഉണ്ടായതല്ല. മനസ്സിലാക്കണം, എന്റെ ആത്മാവ് മറ്റൊരു സഹോദരനെ, രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനെ സ്നേഹിക്കുവാൻ കാരണമായി തീരുന്നത് അവൻ അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചു. അങ്ങനെ ഇരുപക്ഷത്തെ ഒന്നായി നമ്മളെ ചേർത്തെങ്കിൽ, നമ്മുടെ നടുവിലെ നെടുച്ചോർ ഇടിച്ചു കളഞ്ഞെങ്കിൽ, ആത്മാവ് ഒന്നായി തീരേണ്ടതിനാണ് നമ്മുടെ നടുവിൽ പാപത്തിന്റെ നെടുച്ചുവ ശത്രുവാകുന്ന പിശാച് കെട്ടി ഉയർത്തിയ പല മതിൽക്കെട്ടുകളെ സുവിശേഷം ഇടിച്ചു കളയുമ്പോൾ അവർ ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിൽ സ്വർഗം പകർന്നിരിക്കുന്നത്. വായിച്ചാട്ടെ, അടുത്ത് വായിച്ചാട്ടെ. കെടുന്ന വിത്തിനാലല്ല, ബീജത്താലല്ല, കെടാത്തതിനാൽ. കണ്ടോ? ജീവനുള്ളതും നിലനിൽക്കും. ദൈവം നിക്ഷേപിക്കുന്നത് നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകുന്നതല്ല. അപ്പോൾ ദൈവം നിക്ഷേപിച്ചതും ദൈവം ആരംഭിച്ചതും നിലനിൽക്കുന്നത് തന്നെ ആയിരിക്കും. ദൈവം ഒരുവനെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ലോകം എത്ര കുറ്റവിധിച്ചാലും വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. കാരണം അവൻ വിതച്ച വിത്ത് ലോകത്തിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാണ്. വായിച്ചാട്ടെ. ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നാം വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചെങ്കിൽ ഞാൻ എന്റെ സഹോദരനെ പുതുതായിട്ടാണ് അറിയുന്നത്. എന്റെ സഹോദരവർഗത്തിനെ പുതിയതായിട്ടാണ് അറിയുന്നത്. എന്റെ പഴയ സൃഷ്ടി എന്നിൽ നിന്ന് പോയെങ്കിൽ എന്റെ ബുദ്ധിയോ എന്റെ ജഡമോ പറയുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ആത്മാവ് വെളിപ്പെടുത്തുന്നത് നിന്നെയും എന്നെയും രക്ഷിച്ച ആ പരിശുദ്ധ നാമമെന്ന് പറയുമ്പോൾ അതിന് 100% വില കൊടുക്കും. കാര്യം എന്നെയും നിന്നെയും വീണ്ടും ജനിപ്പിച്ച ആത്മാവ് നിന്നെ പുതിയതാക്കി തീർത്തത് യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താലാണ്. സ്വർഗത്തിന്റെ അധ്വാനത്താലാണ് ഈ പുതുജനനം വന്നത്. ആ പുതുജനനം വന്നെങ്കിൽ
ജീവിക്കണമെങ്കിൽ അതിന് വില കൊടുത്തവന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയാണ് വേണ്ടത്. വായിച്ചാട്ടെ. സകല ജഡവും പുല്ലുപോലെയും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്ന് പോയി. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. കണ്ടോ, കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു പറഞ്ഞ ഈ വചനം നമ്മുടെ ഹൃദയത്തിലാ. എബ്രായ ലേഖനം പറയുന്നു, ഈ കാലഘട്ടത്തിന് ശേഷം ഞാൻ പുതിയൊരു നിയമമിടും. കാര്യം എല്ലാവരുടെ ഹൃദയത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ന്യായപ്രമാണം, എന്റെ കൽപ്പന എഴുതും. അങ്ങനെ ഹൃദയമെന്ന മാംസഫലകമേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഈ ബീജങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മളിൽ ഫലം കായ്ക്കേണ്ടതിന് നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവ് എഴുതിയ, സ്വർഗത്തിന്റെ ഭാഷയിൽ എഴുതിയ വാക്യങ്ങളും വചനങ്ങളും സ്വർഗീയമായതാണെങ്കിൽ ആ വചനം നമ്മളെ നിത്യതയോളം നിർത്തും. നമ്മുടെ ആത്മാവിൽ എഴുതപ്പെട്ട വചനമൊന്നും നിഷ്ഫലമായി പോകില്ല. കാരണം എഴുതിയത് സ്വർഗമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ കീഴ്പ്പെട്ട് ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനനുസരിച്ച് നടക്കുന്നവർക്ക് മാത്രമാണ് പുതു ജീവിതത്തിന്റെ വീണ്ടും ജനനത്തിന്റെ ഫലത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും ജനനത്തിന്റെ അനുഭവം നമ്മളിൽ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ വചനമാണ്. നമ്മളിൽ ദൈവത്തിന്റെ വചനം എഴുതുമ്പോൾ നാം ദൈവത്തിന്റെ വകയായി തീരും. എഴുതുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത എന്തെന്ന് ആത്മാക്കളെ പരിശോധിക്കുന്ന ഏകൻ അറിയുന്നു. ആ ഏകൻ ആത്മാവിന്റെ ആവശ്യപ്രകാരം അവന്റെ ജഡത്തിലല്ല, ആത്മാവിന് വേണ്ടത് സ്വർഗീയ പിതാവ് ചെയ്യുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നാം കഷ്ടത്തിന്റെ വഴിത്താറയിലൂടെ ജഡം നടന്നാലും എന്റെ ആത്മാവിന്റെ മനോഹരത്വം, ആത്മാവിന്റെ തേജസ്സും വെളിപ്പെടുമ്പോൾ എനിക്ക് അതിനെയോർത്ത് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. അത് ദൈവത്തിന്റെ കൃപയാണത്. അപ്പോൾ എന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ ലോകത്തിലുള്ളവനല്ല, അവൻ ഉയരത്തിലുള്ളവനത്രേ. അപ്പൊ തിരിച്ചറിയാതെ നമ്മൾ ഇരിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. 2:1 മുതൽ വായിച്ചാട്ടെ. അടുത്ത അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. തീർക്കാം. കണ്ടോ, ഇതെല്ലാം സഹോദരവർഗത്തിന്റെ ഇടയിൽ നിന്നും മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് അനുസരിച്ച് വീണ്ടും ജനനത്തിന്റെ ഫലത്തിൽ ആത്മാവിനും വചനത്തിനും കീഴ്പ്പെടുന്നവന് പറയുവാൻ സാധിക്കണം. എന്താ പറയാൻ സാധിക്കേണ്ടത്? ആകയാൽ സകല ദുഷ്ടതയും, അടുത്തത് എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞപ്പോ നീക്കിയ നാമം സ്വർഗത്തിലുണ്ട്. അവൻ നമ്മൾ നീക്കേണ്ടതിന് വേണ്ടി മഹത്വങ്ങളെ വിട്ട് ഇറങ്ങി വന്നവനാണ് ആ നാമം. നമുക്ക് വേണ്ടി കട്ടം സഹിച്ചപ്പോഴും ഭൂമിയിൽ ഒരു തീരുമാനമില്ലായിരുന്നു. പാപമറിയാത്തവൻ ലോകത്തിൽ കഷ്ടപ്പെട്ടപ്പോൾ അവന് വേണ്ടി തുണ നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ സംസാരിച്ച ഒരു ന്യായാധിപതിയുമില്ലായിരുന്നു. എല്ലാവരും പീലാത്തോസിന്റെ ഹേരോദാവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പാപമറിയാത്തവന്റെ കർത്താനുഭവങ്ങളെ കണ്ട് സന്തോഷിച്ചു. അതാണ് നമ്മുടെ പാപപ്രകൃതി. അവന്റെ പുറകിൽ നിന്ന് പാപത്തിന്റെ കർത്തൃത്വം വിട്ട് നമ്മൾ കൃപയിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് പകൽ നേരം ഈ തേജസ് അനുഭവിക്കുവാൻ കാരണമായി തീർന്നത്. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഈ പറയുന്ന എല്ലാ സകല ദുഷ്ടതയും ആമേൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ, വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വഞ്ചിക്കുന്നു. ശ്രദ്ധിക്കണം, ഇതാർക്കാണ്? സഹോദരങ്ങളെ സ്നേഹിക്കുന്നവനും. സഹോദരം, ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഈ പാൽ കുടിക്കുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഈ സ്തോത്രം നിർമ്മലമായതും വിശുദ്ധമായതും നമ്മുടെ അകമയുള്ള മനുഷ്യനെ ബലപ്പെടുത്തുകയും ദൈവരാജ്യം നമ്മൾ അവകാശമാക്കുകയും ചെയ്യുന്ന ഈ അത്ഭുതകരമായ നാമം നമ്മളിൽ നിലനിൽക്കുവാൻ വചനം കാംക്ഷിക്കുന്നത് ആ കൂട്ടർ മാത്രമേ ഉള്ളൂ. ആ
അതിനായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. ആരുമില്ലാതിരുന്നിട്ട് യെരൂശലേമിന്റെ തെരുവുകളിലൂടെ അവൻ ഏകനായി നടന്നതും മരക്കുരിശേറ്റ് അവൻ തകർക്കപ്പെട്ടപ്പോഴും തന്റെ ആത്മാവിനെ പിതാവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും മനസ്സിലാക്കണം, മരണവാശങ്ങളെയും പാതാളവാശങ്ങളും അവനെ ചുറ്റിപ്പിടഞ്ഞ് ഭൂക്ഷതയോട് അലർന്ന സിംഹവും കാളകളും ഭാഷാക്കൂട്ടന്മാരും നായ്ക്കളും അവന് നേരെ വരികയും തന്റെ പ്രാണന് നേരെ പിശാച് അവകാശം പറഞ്ഞപ്പോൾ ആ മരണവാശങ്ങളെയും പാതാളവാശങ്ങളെയും അറുത്ത് അവനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എന്നെയും നിന്നെയും വീണ്ടും ജനിപ്പിക്കുവാനും എന്നെയും നിന്നെയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുവാനും സ്വർഗത്തിലെ പിതാവിന്റെ ഭവനക്കാരായി തീരുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കഷ്ടം സഹിച്ചത്. അപ്പോൾ ഇന്ന് ഈ പകൽവേളയിൽ ഇത് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്? സകല ദുഷ്ടതയും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് അടുത്ത് പറയുന്നത് ഇപ്പോൾ ജനിച്ച. അപ്പോൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ എപ്പോഴും പറയണം, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. അപ്പോൾ ഇപ്പോൾ തന്നെയാണ് എന്നെ ജനിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ ജനിപ്പിച്ചിട്ട് 2010 മെയ് 22 കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റെങ്കിൽ, അന്ന് ജനനം പ്രാപിച്ചെങ്കിൽ, ആത്മാവിൽ ജനനം പ്രാപിച്ചെങ്കിൽ, വീണ്ടും അനുദിനം ഈ 2025 ആരംഭ ദിശയിൽ നമുക്ക് പറയണം, ഇന്ന് ഓരോ നിമിഷവും എനിക്ക് പുതുതായി തീർന്നിരിക്കുകയാണ്. കാര്യം ഞാൻ പ്രാപിക്കുന്ന സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുന്ന വചനമെന്ന പാല് നിർമ്മലമായത് ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും പുതുക്കം പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നലേക്ക് ഞാൻ ഇന്ന് പുതുക്കം പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവ രാജ്യത്തിന് അവകാശമാകുവാൻ ഞാൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് തിരിച്ചറിയണം. അങ്ങനെ എപ്പോഴും ഒരു ദൈവ പൈതല് ഇത് അടിവരയിട്ട് പറയണം, ഞാൻ പുതുക്കം പ്രാപിക്കുന്നത് ഈ വചനം പറയും, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മുമ്പുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ഭൂമിയിൽ നടന്നൊന്നും അറിയാതെ ഈ നാഴികയിൽ ജനിച്ച ശിശുവിനെ പോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലും എന്റെ ജീവിതത്തിൽ നടന്നൊന്നും അറിയാതെ ഇന്ന് ജനിച്ച ശിശുവിനെ പോലെ ആയിത്തീരണം. ഇത് ആത്മാവിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ ആത്മാവിൽ നടക്കുന്നവർക്ക് മാത്രമേ സഹോദരനെ സ്നേഹിക്കുവാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ മനസ്സിലാക്കണം, നമുക്കൊന്നിനും ഭാരപ്പെടേണ്ടതായിട്ടില്ല. ഈ പകൽ നേരം ദൈവസന്നിധിയിൽ നമ്മൾക്ക് ആശ്രയിക്കാം, ആശിക്കാം, ആ വാഗം നമ്മൾ പ്രത്യാശിക്കാം. അപ്പോൾ നമ്മളിൽ ആത്മാവിന്റെ ഫലം നമ്മളിൽ സമ്പാദിച്ചെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നമ്മളിൽ നിലനിർത്തേണ്ടതിന് നമ്മളെ കഷ്ടങ്ങളിലൂടെ നടത്തുകയാണ് സ്വർഗം ചെയ്തത്. അങ്ങനെ കഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ ലോകരെ പോലെ നമ്മൾ നിരാശയിലാകുന്നില്ല. നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ നമ്മെ രക്ഷിച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ബലപ്പെടുത്തുമ്പോൾ നമ്മൾ അവിടെ പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ വാക്യം തുറന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. 3-ാം വാക്യം വേഗം വായിച്ചേ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ഇവിടെ ശ്രദ്ധിക്കണം, ജീവനുള്ള കല്ലുകൾ. മനസ്സിലാക്കണം, വീണ്ടും ജനിച്ചത്, ഇപ്പോൾ ജനിച്ച ശിശുക്കൾ, സ്തോത്രം, ഹല്ലേലൂയ, ജീവനുള്ള കല്ലുകളാണ്. ജീവനുള്ള കല്ലുകൾ. ഇന്ന് പകൽനേരം നാം ജീവനുള്ള കല്ലുകളായിട്ട് തീരണം. ജീവനുള്ള കല്ലുകൾ. അപ്പോൾ തന്നെ ജീവനില്ലാത്ത കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അളലിയ ജീവന്റെ അനുഭവമില്ലാത്ത കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന കല്ലുകൾ അവിടെ ഉണ്ട്. എന്നാൽ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ദൈവത്തിന്റെ ആത്മാ വസിക്കുന്ന ജീവനുള്ള കല്ലുകൾ ശോഭിക്കുന്നത് മനോഹരമായതും വിലയുള്ളതുമായ കല്ലായി തീരേണ്ടതിന് നാം ദൈവ സന്നിധിയിൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുകയാൽ ഇന്ന് പകൽനേരം അവന്റെ കൃപയിൽ ശരണപ്പെടുവാൻ ഇന്ന് പകൽനേരം ഇടയാകട്ടെ. ഈ വചനം വായിക്കുമ്പോൾ അടുത്ത് വായിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല്
സിയോണിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ശ്രദ്ധിക്കണം, ലോകത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നമ്മെ വേർപെടുത്തി ലോകത്തിൽ നിന്ന് വേർപെടുത്തുന്നത്. ആ വിശ്വാസം പ്രാപിച്ചവനെ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു അവർ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ നാം ലജ്ജിച്ചു പോകാത്തതിന് കാരണം നമ്മളിൽ പകർന്ന വരങ്ങളും കൃപകളും എല്ലാം സ്വർഗത്തിന്റെ അധ്വാനത്താലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവന്റെ കൃപയാലാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മളിൽ വെളിപ്പെടുത്തേണ്ടതിന് നാം ജഡത്തിൽ കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരുന്നു. ആ കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇന്ന് പകൽ നേരം നമ്മൾ അടിവരയിട്ട് ആ ഭാഗം നമ്മൾ വായിക്കണം. റോമാലേഖനം നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിന്റെ അത് വായിക്കുന്നു. 5-ന്റെ 3-ാം വാക്യം വായിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കണ്ടോ. അപ്പോൾ നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവർ ജീവനുള്ള കല്ലുകളെ സഹോദര കഷ്ടതയിൽ പ്രശംസിക്കുകയുള്ളൂ. നീ ജീവനുള്ള കല്ലായി തീരണമെന്നുണ്ടെങ്കിൽ, നിന്നിൽ പകർന്ന അഭിഷേകം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, നിന്നിൽ പകർന്ന കൃപകളും വരങ്ങളും വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, നിന്നെ കഠിനമായ ശോധനയിലേക്ക് സ്വർഗം ഇറക്കുമ്പോൾ നീ അതിൽ നിന്ന് പിന്മാറരുത്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ കാര്യപരിപാടിയിലാണ് നമ്മെ കർത്താവാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പണിത് നമ്മളെ പോളിഷ് ചെയ്ത് നമ്മൾ എടുക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ നിലനിൽക്കേണ്ടതിന് നമ്മൾ ദൈവസമയം നമ്മൾ പ്രശംസിക്കുകയാണ്. കാരണം എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിന് എന്നെ അവകാശിയാക്കി തീർക്കേണ്ടതിന് എന്നെ സ്വർഗം പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവം നിന്നെ പണിതതാണെങ്കിൽ മകനെ, നിന്നിൽ ദൈവം പകർന്ന ആ കൃപയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. നിന്റെ കഷ്ടതയാകുന്ന കഠിന ശോധനയിലൂടെയാണ് നിന്നെ കൊണ്ടുപോയതെങ്കിൽ നിന്നെ ആത്മാവിൽ പ്രാപിച്ച വരങ്ങളൊന്നും നിന്നിൽ നഷ്ടമായി പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയാണ്, നിന്നെ കഷ്ടതയിലൂടെ നടത്തുന്നതിന്റെ പിന്നിൽ നിന്നെ ജീവനുള്ള കല്ലാക്കി തീർക്കണം. നീ വചനമെന്ന വചനമാകുന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ നിനക്ക് വാഞ്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ കഷ്ടതയിലൂടെ പോകുമ്പോഴേ നിന്റെ ഉള്ളത്തിൽ വാഞ്ച ഉണ്ടാകത്തുള്ളൂ. ആ വാഞ്ചിച്ച നീ ദൈവത്തിന്റെ പൈതലായി തീരുകയാണ്. അങ്ങനെ നീ ജീവനുള്ള കല്ലായി തീരുകയാണ്. ഇന്ന് പകൽനേരം എന്നെ കേൾക്കുന്നവരെ, ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് സഹോദരനെ സ്നേഹിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, എന്നെയും എന്റെ സഹോദരനെയും രക്ഷിച്ച നാമം, എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിച്ച നാമം ഒരു നാമമാണ്. എനിക്കും പ്രിയപ്പെട്ട എന്റെ സഹോദരനും വേണ്ടി മുടക്കിയ വില ഒന്നാണ്. ആ രക്തം ഒന്നാണ്. പകരപ്പെട്ട ആത്മാവ് ഒന്നാണ്. ഞങ്ങളിൽ പകർന്ന വിശ്വാസം ഒന്നാണ്. ഞങ്ങളിൽ വസിക്കുന്നത് ഏകൻ ഒരു നാമമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്നിലും അവനിലും വസിക്കുന്ന ഒരേ നാമനിമിത്തം എനിക്ക് ദൈവരാജ്യത്തിന് അവകാശമാക്കി എന്നെ തീർക്കുകയാണ്. അതുകൊണ്ട് ഈ നാളിൽ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ പോകുമ്പോൾ നീ ഭാരത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ ഇരിക്കാതെ ദൈവത്തിന്റെ കൃപയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗം നിന്നിൽ ബലപ്പെടുത്തുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ ചലിക്കുവാൻ ഇടയായി തീരും. ഈ വചനങ്ങളെ സ്വർഗത്തിൽ നിന്നുള്ള ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്ന് പകൽനേരം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, കഷ്ടതയാകുന്ന കഠിന ശോധനയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ കർത്താവെ നീ സമ്പാദിച്ച നന്മകൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ, ആത്മാവിന്റെ അക്കൗണ്ടിൽ ഇട്ടു തരുന്ന സ്വർഗം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലത്തോടെ വ്യാപരിക്കണമേ. ഫലമുള്ള ജീവിതം, അനുഗ്രഹമുള്ള ജീവിതം നൽകുവാൻ തക്കവണ്ണം സ്വർഗം ഇടപെടുന്നതിനായി സ്തോത്രം. ലോകം കാണുന്നതല്ല, ജീവനുള്ള കല്ലുകൾ യോഗ്യമാകുന്ന നിലവാരത്തിൽ ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കർത്താവെ ചലിക്കണമേ. അപ്പ ഇന്ന് കണ്ടിറങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്തോടെ വ്യാപരിക്കുമാറാകണമേ. അപ്പ ഇന്ന് പകൽ നേരം ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കും. സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം തന്നെ ആമേൻ. 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 നമ്മുടെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്ര ശബ്ദം ഉയർത്തി ഇപ്പോൾ തന്നെ ഡാടിക്കും.